ഹലോ ഗൈസ്, ഞങ്ങൾ യൂറോപ്പ പാർക്കിൽ പോവാണ്. ജർമ്മനി തന്നെ ദ ബിഗ്ഗസ്റ്റ്. എക്സൈറ്റഡ് ആണോന്ന് പറ. അല്ലേ? നീയോ? നീയോ? ഞാൻ തന്നെ. ഇപ്പൊ നിങ്ങള് 3 പേര് എക്സൈറ്റഡ് അല്ല. ഫവാസിന് ഇല്ലേ ഇല്ല, പ്രവീണ് ഇല്ല. എനിക്ക് ഇടയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് വരും, പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കാൾസ്റൂഹേന്നാണ്. ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ച് നേരെ ട്രെയിൻ കയറിയത് റസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് യൂറോപ്പ പാർക്ക് ഉള്ളത്. യൂറോപ്പ പാർക്കിൽ തന്നെ ഞങ്ങൾ റുലാൻഡിക്ക എന്ന് പറഞ്ഞ പാർക്കിലാണ് പോകുന്നത്. അത് കംപ്ലീറ്റ്ലി വാട്ടർ തീം പാർക്കാണ്. അപ്പം ഞങ്ങൾ റസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ്സൊക്കെ ഉണ്ടായി ഡയറക്റ്റ് യൂറോപ്പ പാർക്കിലേക്കുള്ളത്. ട്രെയിൻ സ്റ്റേഷനിലും ബസ് കയറുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പാർക്കിനെ പറ്റി. ഈ റുലാൻഡിക്ക എന്ന് പറഞ്ഞ പാർക്ക് ജർമ്മനിയിലെ മാത്രമല്ല യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർ തീം പാർക്സ് ആണ്. ഇന്നത്തെ വെതർ കുറച്ച് ബാഡ് ആയിരുന്നു. ഇവിടെ സമ്മർ തുടങ്ങിയെങ്കിലും ഇന്ന് കുറച്ച് റെയിനിയാണ് ആൻഡ് ഒരു 14-12 ഡിഗ്രി ഒക്കെയാണ് ഇന്ന് കാണിച്ചത്. ഞങ്ങൾ കയറിയ ബസ്സിൽ 2 സ്റ്റോപ്പാണ് ഉണ്ടായത്. ആദ്യം ഈ റുലാൻഡിക്ക എന്ന് പറഞ്ഞ വാട്ടർ തീം പാർക്കിലേക്കും രണ്ടാമത്തെ സ്റ്റോപ്പാണ് യൂറോപ്പ പാർക്ക്. അത് ഫുൾ ലാൻഡ് റൈഡ്സ് ആണ്. പിന്നെ ഞങ്ങൾ നടക്കുന്ന വഴിയൊക്കെ നല്ല ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ ഉണ്ടായി. ഇതെങ്ങനെ കൊള്ളാം. അപ്പോൾ ഇവർ ഈ വഴിയിലൊക്കെ ബോസിൻ്റെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ടായി മ്യൂസിക്കിന് വേണ്ടി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 പാർക്കിലേക്കുള്ള എൻട്രി സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ്. ആൻഡ് ഈ പാർക്കിലേക്ക് മാത്രം ഞങ്ങൾക്ക് 52 യൂറോ ആണ് ഒരു ദിവസത്തേക്ക് ആയത്. നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടുത്തെ റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്ട്രാ VR, സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ലോക്കറും നമുക്ക് ആ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഞങ്ങൾ 1 യൂറോ ഈച്ചാണ് ലോക്കറിന് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ലോക്കർ മാത്രം അതിൽ ടിക്കറ്റിൽ ആഡ് ചെയ്തിരുന്നു. ഈ എൻട്രൻസ് തന്നെ ഒരു വലിയ പൂളുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ, ബ്ലൂ ആയിട്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നേരത്തെ സെറ്റ് ആയിട്ടാണ് വന്നത്. 52 യൂറോ അല്ലേ നമുക്ക് പെർ പേഴ്സൺ ആയത്. പിന്നെന്താ, ഞങ്ങളൊരു എയർബിഎൻബിയിൽ നേരത്തെ ഇവിടെ റൂമൊക്കെ എടുത്ത് നല്ല ഉറങ്ങി ഫ്രഷ് ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നു. ഓ അടിപൊളിയല്ലേ? എന്താ പറയുന്നു? ഇഷ്ടമായോ? എക്സൈറ്റഡ് ആണോ? ഇവൻ എക്സൈറ്റഡ് ആണോ? ഇനിയെങ്കിലും നീ എക്സൈറ്റഡ് ആണോ? ആയില്ലേ? പിന്നെ ഇവിടെ തന്നെ റിസോർട്ടും ഉണ്ട്. ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ വേറെ എയർബിഎൻബി എടുത്തു. ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് വരുന്നതുകൊണ്ട് തലേ ദിവസം എയർബിഎൻബി എടുത്ത് നിൽക്കേണ്ടി വന്നിരുന്നു. അത് കാൾസ്റൂഹയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പം ഞങ്ങൾ പാർക്കിന്റെ അകത്ത് കയറി. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ചെക്ക് ഇൻ ചെയ്യാം. അത് എങ്ങനെയാന്ന് കാണിക്കും. ഇവിടെ മെഷീൻ ഉണ്ട്. അപ്പം അടുത്ത വാച്ച് കിട്ടി. ഇവിടെ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അപ്പം നമ്മൾ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് വാച്ച് പോലെ ഒരു ബാൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ വേറെ ലൈനൊന്നും നിൽക്കാനില്ല. ഈ മെഷീനിൽ വന്നത് സ്കാൻ ചെയ്യുന്നു, ഈ ബാൻഡ് എടുക്കുന്നു, നമ്മൾ കയ്യിലിടുന്നു, അത്ര തന്നെ. പക്ഷേ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാച്ച് എപ്പോഴും നമ്മൾ ഇടണം. ആൻഡ് ഇത് ലൂസ് ആവുകയാണെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. പിന്നെ പാർക്കിനകത്ത് നമ്മൾക്കുള്ള എല്ലാ പേയ്മെൻറ്റ്സും ഈ വാച്ച് വെച്ചാണ് പേ ചെയ്യേണ്ടത്. ആൻഡ് അറ്റ് ദ എൻഡ് നമ്മൾ പോരുന്ന സമയത്ത് നമുക്ക് കാർഡ് വെച്ച് പേയ്മെൻ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഞങ്ങൾ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ പിള്ളേരും ഫാമിലിയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വന്നതൊരു സാറ്റർഡേ ആണ്. ആൻഡ് അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു ഇവിടെ. ആദ്യമേ പോകുന്നത് ലോക്കർ റൂംസിലേക്കാണ്. ഞങ്ങൾ 2 ലോക്കേഴ്സാണ് എടുത്തത്, 4 പേർക്കും കൂടെ ആയിട്ട്. അപ്പം നമ്മുടെ ഡ്രസ്സും വാല്യുബിൾസൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് ഈ ബാൻഡ് തന്നെ യൂസ് ചെയ്ത് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുമ്മാ ഇങ്ങനെ അടച്ചിട്ട് ഈ ബാൻഡ് അവിടെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് ലോക്കാവും. ആൻഡ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി സ്വിം വെയറിലേക്ക് മാറട്ടെ. അപ്പം സ്വിം വെയർ ഒക്കെ ഞങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതിവിടെ നിർബന്ധമാണ്. അപ്പോൾ ഒരു ഡ്രസ് കോഡായിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കാണാം എന്തൊക്കെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ. ഈ പാർക്കിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് 9:30 AM തൊട്ട് 10:30 PM വരെ, അല്ലെങ്കിൽ 10 PM വരെ എന്തോ ആണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 11 AM ആയിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം ആൾക്കാരും ഉണ്ടായി.
പക്ഷെ വൈബൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും, നല്ല തണുപ്പല്ല, ഒരു 12 ഡിഗ്രിയൊക്കെ ആണെങ്കിലും അകത്ത് ഇവർ അത്യാവശ്യം ഹീറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തണുപ്പും ഫീൽ ചെയ്തില്ല. ഈ അകത്തുള്ള എല്ലാ പൂളും വാമായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂള് വാമാണ്, പക്ഷെ പുറത്ത് അത്യാവശ്യം നല്ല കാറ്റും ഒരു റെയിനി വെതറും ആയതുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു. എന്തായാലും തണുപ്പ് കാരണം ഞങ്ങൾ ആദ്യം അകത്ത് തന്നെയായിരുന്നു നിന്നത്. ഓൾമോസ്റ്റ് ഹാഫ് എ ഡേ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തു. ആൻഡ് അവിടെ ഒരുപാട് അടിപൊളി റൈഡ്സ് ഉണ്ടായി. റൈഡ്സിൽ പോകുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഗോപ്രോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഹെഡിലൊന്നും മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ബട്ട് ഫോണൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അൺലെസ് വി ആർ നോട്ട് ഡിസ്റ്റർബിങ് എനി വൺ. ആൻഡ് ഇവിടുത്തെ അധികം റൈഡ്സും ചൈൽഡ് സേഫും ആയിരുന്നു. അപ്പോൾ നമുക്കധികം പേടിക്കാനൊന്നും ഉണ്ടായില്ല. പക്ഷേ ഭയങ്കര അഡ്രിനാലിൻ റഷ് തരുന്ന റൈഡ്സും ഉണ്ടായി. പക്ഷേ മിക്ക പിള്ളേരും അതിലൊക്കെ കയറാറുമുണ്ട്. ആദ്യമേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഈ സ്ലൈഡിൽ നിന്നായിരുന്നു. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്ന് പൂളിലേക്ക് വന്ന് വീഴും. ആൻഡ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ സ്വിമ്മിങ് അറിയുള്ളൂ, ബാക്കി ആർക്കും സ്വിമ്മിങ് അറിയില്ല. പക്ഷേ അവിടെ തന്നെ കുറേ സെക്യൂരിറ്റീസും ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ഇനി അഥവാ മുങ്ങിപ്പോയാൽ. പക്ഷെ അങ്ങനെ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്നില്ല, വലിയ ഹൈറ്റൊന്നുമില്ല പൂളിന്. ആകെ അവിടെ കണ്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരോ റൈഡിൽ കയറുമ്പോഴും അത്യാവശ്യം ക്യൂ ഉണ്ടായി. അപ്പം നമ്മൾ ചെറിയ ചെറിയ റൈഡ്സ് ആണെങ്കിൽ നമ്മളൊരു 5-10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം. ആൻഡ് അത്യാവശ്യം അടിപൊളി റൈഡ്സൊക്കെ ആണെങ്കിൽ ഞങ്ങൾ 20-25 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു ഹോൾ ഡേ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തപ്പം. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വന്നു. പിന്നെ ഫോൺ തിരിച്ചു വെക്കാൻ വേണ്ടി വീണ്ടും ലോക്കർ റൂം യൂസ് ചെയ്തു. ഇനി അടുത്തത് ഞങ്ങൾ വേവ് പൂളിൽ ഇറങ്ങുക എന്നുള്ളതാണ് എയിം. അവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് അടിപൊളിയായിട്ട് വേവ്സ് വരും. പിന്നെ ഒരു ബ്രേക്ക് ഉണ്ട്, വീണ്ടും വേവ്സ് വരും. അങ്ങനെ വേവ് പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും നല്ല വിശപ്പായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഈ വാച്ച് വെച്ച് തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. വാച്ച് അല്ല, ഈ ബാൻഡ് വെച്ച് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങളൊരു മെനു ഓർഡർ ചെയ്തു. അതിന് 23 യൂറോ ആയിരുന്നു. പുറത്ത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഡ്രിങ്ക്സും കൂടെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡ്രിങ്ക്സ് അവിടുന്ന് എടുത്ത് കുടിക്കാം നമുക്ക് ഇഷ്ടമുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോഴേക്കും ഞങ്ങൾ ഇതൊരു റിലാക്സിങ് റൈഡാണ് അതിൽ കയറി. അതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ട്യൂബിൽ കിടന്ന് ഇങ്ങനെ പോവാം. ആൻഡ് സൈഡിലൂടെയൊക്കെ ഭയങ്കര നല്ല വ്യൂ ഉണ്ട്. ആൻഡ് നല്ല ആനിമേറ്റഡ് ആയിട്ടും പല വ്യൂസും ഉണ്ട്. ഭയങ്കര നൈസായിരുന്നു അത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ കിടക്കുമ്പം ഒരു മ്യൂസിക്കും ഉണ്ടായി. ഭയങ്കര റിലാക്സിങ്ങും ആയിരുന്നു സംഭവം. ഈ റൈഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ ഇതിനൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ചുമ്മാ റിലാക്സ് ചെയ്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ പോവാം. ആൻഡ് ഞങ്ങളത് ഭയങ്കര എൻജോയ് ചെയ്തു. വലിയ തിരക്കും ഇല്ല, ശാന്തമായിട്ടുള്ളൊരു റൈഡ്. ആൻഡ് ഓൾമോസ്റ്റ് നമുക്ക് റുലാൻഡിക്കേൻ്റെ ഇൻറ്റീരിയർ മൊത്തം ഈ റൈഡിൽ പോകുമ്പോൾ കാണാം. ഉള്ളിലാണെങ്കിൽ ചെറിയ VR-ഉം ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര എഫക്റ്റും ഉണ്ടായി. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലൂടെ പോകുന്ന സമയത്ത് പല സ്ഥലത്തുനിന്നും നമുക്ക് വാട്ടറൊക്കെ നമ്മുടെ മേലേക്ക് സ്പ്ലാഷ് ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായി. പിന്നെ കുറേ പിള്ളേരും ഉണ്ടായി. ചില ആൾക്കാർ ഇതിനകത്ത് നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം വലിയ ഡെപ്ത് ഇല്ല പൂളിൽ. നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ഫുള്ളായിട്ട് മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം എന്തായാലും പൂളിലില്ല, ഈ പൂളിലൊന്നുമില്ല. ഈ പാർക്കിൽ മുഴുവനായിട്ട് ഓൾമോസ്റ്റ് 31 റൈഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഞങ്ങളിതിൽ എനിക്ക് തോന്നുന്നു ഒരു 90% റൈഡ്സിലും കയറി കാണും. പിന്നെ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് തന്നെ ആയിരുന്നു. കാരണം രാവിലെ 11 വന്ന് തിരിച്ചു പോയപ്പോഴേക്കും ഒരു 7:45 ആയിട്ടുണ്ടായി വൈകുന്നേരം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടി. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ലോക്കർ ആക്സസ് ചെയ്യാൻ പറ്റിയോണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഫോൺ തിരിച്ചു വെച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിരുന്നു. അതൊരു ഭയങ്കര നല്ല കാര്യമായിരുന്നു. പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ സ്നാക്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എടുത്ത് ലോക്കറിൽ വെച്ചിരുന്നു. അപ്പം ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഒക്കെ ഞങ്ങൾ അവിടെ പോയി കഴിച്ചു. പിന്നെ ഈ റൈഡിൽ കയറണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ പോഗോയിലൊക്കെ കാണുന്ന പോലത്തെ കാഷ്യസ് കാസൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ ഉള്ള പോലത്തെ ഒരു സംഭവമായിരുന്നു ഇത്. ബേസിക്കലി ഒരു റേസാണ്. അപ്പുറത്തുള്ള ആളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് എത്തുമെന്ന്. ഞാൻ പക്ഷേ മറ്റേ ആളെക്കാളും മുന്നിലെത്തണം അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനൊന്നും എനിക്കുണ്ടായില്ല. എങ്ങനെയെങ്കിലും അപ്പുറത്ത് വീഴാതെ എത്തിയാൽ മതി എന്നായിരുന്നു. കാരണം ഇവിടുത്തെ വെള്ളത്തിന് കുറച്ച് ആഴമുണ്ട്. പിന്നെ എനിക്ക് നീന്താനും അറിയില്ല. അപ്പോൾ കോമഡി ആയിരിക്കുമല്ലോ, ആരെങ്കിലും വന്നതിനെ രക്ഷിക്കേണ്ടിയൊക്കെ വരുമായിരിക്കും. എന്തായാലും ഞാൻ സക്സസ്ഫുള്ളി പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ഞാൻ എങ്ങനെയോ തെന്നി പുറത്തെത്തിയിട്ടുണ്ട്. സോ ഈ റൈഡിലും ഞാനൊരു
10 മിനിറ്റിൽ കൂടുതൽ ക്യൂ നിന്ന് കാണും. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഔട്ട്ഡോർ പൂൾസിൽ പോയി. അവിടെ വാം ആയതുകൊണ്ട് തന്നെ എങ്ങനെയോ സർവൈവ് ചെയ്യാൻ പറ്റി. അവിടെ കുറേ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടായി, കുറേ ഫൺ ഉണ്ടായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ ഈ വാച്ച് തിരിച്ച് ഏൽപ്പിക്കണം പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം. സോ നല്ലോണം വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല ടയർഡാണ്. ഇനി ഒരു അടിപൊളി ഉറക്കം. ആഹാ. അപ്പോൾ 52 യൂറോ വർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ റൈഡിലും കയറിയതുകൊണ്ട് എനിക്ക് വർത്ത് ഇറ്റ് ആയിട്ട് തോന്നി. ഇനിയും ഒരു തവണയും കൂടെ വരാൻ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുത്തെ ലാൻഡ് റൈഡിൽ ഞങ്ങൾ പോയിട്ടില്ല, പിന്നീട് ഒരിക്കൽ പോകണം. അപ്പം ചാവ് ചാവ്.